അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഇത് വളരെ പ്രധാനമാണ്. ഹജ്ജ് മാസത്തിലാണ് നാം ഉള്ളത്. ഹജ്ജ് മാസം എന്നാൽ ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ, ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ. ഇതിനെക്കുറിച്ചാണ് അൽ ഹജ്ജു അശ്ഹറും മഅലൂമാത്തുൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്. ഈ ഹജ്ജിനെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ വിശദമായി പറയണമെങ്കിൽ എത്രയോ മണിക്കൂറുകളുണ്ട്. അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ വല്ല സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിർബന്ധമായും ചോദിക്കണം. അപാകതകൾ ഉണ്ടെങ്കിൽ ഉണർത്തണം. സബുഖുല്ലിസാനായിട്ട് ചിലപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തവാഫി എന്നുള്ളിടത്ത് ചിലപ്പം ഹദീസ് എന്ന് വന്നിട്ടുണ്ട്, ഞാനൊന്ന് കേട്ടു. അങ്ങനെ ചെറിയ ചെറിയ സബുഖുല്ലിസാനുകൾ ഉണ്ടാവും, അതുപോലും ഉണർത്തുന്നത് നല്ലതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഹജ്ജിനെ കുറിച്ച് അല്പം ചില വാക്കുകൾ. റഹ്മാനായ റബ്ബ് തആല ഇത് ഉപകരിക്കട്ടെ എന്ന പ്രധാന ദുആയോടുകൂടെ നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാക്കവി, മുണ്ടം പറമ്പ്. ബന്ധപ്പെടാനുള്ള നമ്പർ തരുന്ന സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബന്ധപ്പെടണം. 9961 903 810 9961 903 810. ഹജ്ജ് ഫർളാക്കിയത് ഇമാം നവവി തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഹിജ്റ 6-ാം വർഷമാണ്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു 5-ാം വർഷമാണെന്നും ബഹുമാനപ്പെട്ട ഇമാമുൽ മാവറദി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 8-ാം വർഷമാണെന്നും അഭിപ്രായപ്പെട്ടതായി ഷറഹുൽ ഇലാഹ് 123-ാം പേജിലുണ്ട്. ഏതായാലും ഹജ്ജിനെ കുറിച്ച് 12 സ്ഥലത്താണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഹജ്ജ യഹുജ്ജു നസ്വറ യൻസുറു പോലെയാണെങ്കിലും മസ്തർ ഹജ്ജ് എന്നും ഹിജ്ജ് എന്നും രണ്ടും പറയാമെന്നു കാണാം. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ വഅസിം ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന ഹജ്ജിനെ കുറിച്ച് സൂറത്തുൽ ഹജ്ജ് 28-ാം ആയത്തിലും വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല എന്ന് ബഹുമാനപ്പെട്ട ആലി ഇംറാൻ 97-ാമത്തെ ആയത്തിലും വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ എന്ന് ജിറാനയിൽ വെച്ച് ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറ 196-ാമത്തെ ആയത്തിലും കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് എന്ന് സ്വഹിയായി വന്നത്. ഈലാഹ് 112-ാമത്തെ പേജിൽ കാണാം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് കയൗമ വലദതുഹു ഉമ്മുഹു, മാതാവ് പ്രസവിച്ച അന്നുള്ള കുഞ്ഞിനെ പോലെ പാപമുക്തമാകും റഫസും ഫുസൂഖും ഇല്ലാത്ത ഹജ്ജ് കൊണ്ടെന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് 1521-ലും മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് നമ്പർ 1350-ലും കാണാം. സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഹജ്ജിലൂടെ എന്ന് സ്വഹീഹ ഹദീസുകൾ കാണാം. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലം എന്ന ഹദീസ് ഇമാം മുസ്ലിം നമ്പർ 1349 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. മബ്റൂറ ഹജ്ജ് എന്നാൽ ചെറുതോ വലുതോ ആയ യാതൊരു ദോഷങ്ങളും കൂടാതെ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഹജ്ജാണെന്ന് ബഹുമാനപ്പെട്ട ഉംദത്തുൽ അബ്റാർ 3-ാം പേജിൽ കാണാം. അതുപോലെ തന്നെ മബ്റൂറ ഹജ്ജ് എന്നാൽ ചെറിയൊരു ദോഷം പോലും തീരെ വരാതെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെറുദോഷം പോലും വരാതെ ശ്രദ്ധിക്കുന്ന ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഈലാഹിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. കാരണങ്ങളൊന്നും കൂടാതെ ഹജ്ജ് നിർബന്ധമായ ഒരാള് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ഫൽയമുത്ത് ഇൻ ഷാ യഹൂദിയൻ വഇൻ ഷാ നസ്റാനിയ, ജൂതനോ ക്രിസ്ത്യാനിയായിട്ടൊക്കെയാണ് അവന്റെ മരണം സംഭവിക്കുക എന്ന അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസ് ഷറഹുൽ ഇലാഹ് 126-ാമത്തെ പേജിലും ദാരിമി ഉദ്ധരിക്കുന്ന മേൽ ഹദീസ് മിർഖാത്തുൽ മഫാത്തിഹ് 3-ാം വാള്യം 179-ാമത്തെ പേജിലും കാണാം. ഹജ്ജ് മബ്റൂറും ഖൈറും മിന ദുനിയാ വമാ ഫീഹാ, മബ്റൂറായ ഒരു ഹജ്ജ് ദുനിയാവിനേക്കാളും അതിലുള്ള സർവ്വത്വത്തെക്കാളും ഉത്തമമാണെന്ന് സ്വഹീഹ ഹദീസ് ഇഹ്യാ ഉലൂമുദ്ദീൻ 1-ാം വാള്യം 242-ാമത്തെ പേജിൽ കാണാം. സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടും ഹജ്ജിലൂടെ എന്ന് ഹദീസിലുണ്ട്. മാത്രമല്ല ഹാജിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 90 ദിവസം അഥവാ റബീഉൽ അവ്വൽ 10 വരെ വലിയ മേന്മയും പ്രതിഫലങ്ങളും നൽകുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട
അല്ലാമ ഷെർവാനി തങ്ങൾ തന്റെ ഹാഷിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്നു ഹജ്ജ്. 1.6 ലക്ഷം നിർബന്ധമായിട്ടും ഓരോ വർഷവും ഹജ്ജ് ചെയ്യുമെന്നും അതിൽ ആളുകൾ ചുരുങ്ങിയാൽ മലായിക്കത്തിലൂടെ അല്ലാഹു തആല ആ എണ്ണം പൂർത്തിയാക്കും എന്നും ഹജ്ജാജികളുടെ എണ്ണം ഒരു കൊല്ലവും 6 ലക്ഷത്തെക്കാളും ചുരുങ്ങൂല എന്നും ഫിഖിലെ ജമൽ 5-ാം വാള്യം 293-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. സർവ്വ അമ്പിയാക്കളും ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട ഹൂദ് നബിയെ സാലിഹ് നബിയെയും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ലെന്നും ആ ഇസ്തദന സ്വഹിയല്ലെന്നും സർവ്വ അമ്പിയാക്കളും ഹജ്ജ് ചെയ്തവരാണ് എന്നും ഫൈലുൽ ഇലാഹുൽ മാലിക്കി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹിജറയുടെ മുമ്പ് ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹിജറയുടെ ശേഷം ഒന്നു മാത്രമാണ് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് 1218 നമ്പറിൽ, അതുപോലെ മിർഖാത്തുൽ മഫാത്തിഹ് 3-ാം വാള്യം 173-ലും കാണാം. ഉംറ ഫർളാണെന്നാണ് ഇബ്നു അബ്ബാസ്, ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം അടക്കമുള്ളവർ ഹജ്ജ് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉംറ ചെയ്യലും നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ എത്ര കഴിവുണ്ടെങ്കിലും ഹജ്ജേ ഫർളുള്ളൂ, ഉംറ സുന്നത്ത് മാത്രമാണെന്നാണ് ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുമായുടെ അഭിപ്രായമെന്ന് തർശീൽ മുസ്തഫീദീൻ പേജ് 173-ൽ കാണാം. മുസ്ലിമും ആഖിലും ബാലിഗും സ്വതന്ത്രനും ആബദുള്ളവനുമായ ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമുള്ളത്. കാഫിറിൽ നിന്ന് ഹജ്ജ് ഒരിക്കലും സ്വഹീഹേ അല്ല. കുട്ടി സ്വന്തമായി ചെയ്താൽ പറ്റില്ല എങ്കിലും വലിയന്റെ സമ്മതത്തോടെ ഇഹ്റാമോട് കൂടെ കുട്ടിയിൽ നിന്ന് ഹജ്ജ് സ്വഹീഹാകും. കുട്ടിപ്രായത്തിൽ ചെയ്തെങ്കിലും പ്രായപൂർത്തിക്ക് ശേഷം കഴിവുണ്ടെങ്കിൽ ഫർളായ ഹജ്ജ് വേറെ തന്നെ അവൻ ചെയ്തിരിക്കൽ നിർബന്ധമാണ്. കുട്ടിക്കാലത്ത് ഹജ്ജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ശേഷം ചെയ്യൽ നിർബന്ധമാകില്ല, കഴിവുണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. ഫഖീറായ വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമില്ലെങ്കിലും എങ്ങനെയെങ്കിലും മോൻ ആഖിലും ബാലിഗുമാണല്ലോ, പോയി ചെയ്താൽ ആ ഹജ്ജ് ഫർളായി ഗണിക്കപ്പെടുന്നതും പിന്നെ കഴിവുണ്ടായാൽ പോലും മടക്കേണ്ടതില്ലാത്തതുമാണ്. വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം ഷർഹുൽ മുഹദ്ദബ് 7-ാം വാള്യം 16-ാം പേജ് മുതൽ 27-ാം പേജ് വരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹജ്ജിന് ആവതുള്ളവർ എന്നാൽ 2 വിഭാഗമുണ്ട്. ഒന്ന് മുസ്തഫീഉൻ ബിനഫ്സിഹി, സ്വയം ചെയ്ത് സ്വന്തമായി തന്നെ പോയി ചെയ്യാൻ കഴിവുള്ളവർ. അതിന് 7 ഷർത്തുകളാണെന്ന് ഷെർവാനി 4:12 ഉണ്ട്. അതിന്റെ ഷർത്തുകൾ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല, തുഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. സ്വന്തം ഈ കഴിവുകളെല്ലാം ഒത്തുകൂടിയാൽ സ്വന്തം തന്നെ പോയി ചെയ്യണം. രണ്ടാമത്തേത് സ്വന്തം പോയി ചെയ്യാൻ കഴിയില്ലെങ്കിലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട തുഹഫ 4-ാം വാള്യം 28-ാം പേജിൽ ഇതിനെ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണമായി, സാമ്പത്തികമായി ശേഷിയുണ്ട് പക്ഷെ സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത വിധമുള്ള രോഗിയാണ്. ഇങ്ങനെ വന്നാൽ മറ്റൊരാളെ പകരമായി അവൻ ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫ 4-ാം വാള്യം 29-ാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. സ്വന്തം പോയി ചെയ്യാൻ കഴിവില്ല, ശാരീരികമായി കഴിവില്ലാത്ത വ്യക്തിയാണ്, പക്ഷെ സാമ്പത്തികമുണ്ട് എങ്കിൽ ഒരാളെ ജീവിതകാലത്ത് തന്നെ പകരമായി വിട്ട് ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണെന്നും അവന് മഅലൂബ് എന്നാണ് പറയുക. സ്വന്തം ചെയ്യാൻ പറ്റില്ല, പോകാൻ സാധിക്കില്ല. ഈ വിഷയം തുഹഫ 4-ാം വാള്യം 28-ൽ പറയുന്നുണ്ട്. മുസ്തതിഉൻ ബിഗൈരിഹി, മറ്റൊരാളെ പറഞ്ഞയച്ച് ചെയ്യാൻ സാധിക്കുന്നവൻ. ഇങ്ങനത്തെ ആള് സ്വന്തമായി കഴിയുന്നവനോ സാമ്പത്തികമായി കഴിവുണ്ട് മറ്റൊരാളെ പറഞ്ഞയക്കാൻ കഴിയുന്നവനോ ഹജ്ജ് ചെയ്യിപ്പിക്കാതെ മരണപ്പെട്ടാൽ സ്വത്തുണ്ടെങ്കിൽ കുടുംബം അവനെ തൊട്ട് പകരം ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഷർഹുൽ മുഹദ്ദബ് 7-ാം വാള്യം 63-ാമത്തെ പേജിലും തുഹഫ 4-ാം വാള്യം 28-ാം പേജിലും അതുപോലെ തന്നെ തർശീഹ് 175-ാം പേജിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവനുള്ള കടങ്ങൾ വീട്ടപ്പെടണം എന്നുള്ളത് പോലെ തന്നെ മരണപ്പെട്ടവന്റെ മുതലിൽ നിന്ന് ഹജ്ജ് എന്ന ബാധ്യത നിർബന്ധമായിട്ടും വീട്ടപ്പെടണമെന്നും മറ്റു കടകളിലോ വ്യക്തികൾക്കോ കൊടുക്കാനുള്ള കടം വീട്ടുന്നതിലേറെ ഹജ്ജിന്റെ കടബാധ്യതയാണ് ആദ്യം അവന്റെ മുതലിൽ നിന്ന് മുന്തിക്കേണ്ടത് എന്ന് പോലും
അല്ലാമ സഖാഫ് തങ്ങൾ തന്റെ തർശീഉൽ മുസ്തഫീദീൻ 175-ാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് ഹജ്ജിന് പോകൽ അനുവദനീയമാകാൻ ഭർത്താവിന്റെ സമ്മതം നിർബന്ധമാണെന്ന് ത്വയ്ഫ 4-ാം വാള്യം 26-ാമത്തെ പേജിലും മുഗ്നി 4-ാം വാള്യം 468-ാം പേജിലും ഉണ്ട്. ഭാര്യയെ ഈ വർഷം പോകേണ്ടതില്ലെന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തൽ ഭർത്താവിന് അനുവദനീയമാണെന്ന് ത്വയ്ഫ തുടർന്ന് 426-ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. പെണ്ണ് യാത്ര പോകുന്നത് നിർബന്ധമായ ഹജ്ജിനാണെങ്കിൽ അവൾക്ക് മഹറമോ ഭർത്താവോ ഇല്ലെങ്കിലും മറ്റു പെണ്ണുങ്ങൾ കൂടെ ഇല്ലെങ്കിലും വിശ്വസ്തത സ്വയം തോന്നിയാൽ വരെ വിശ്വസ്തമായി പോയി വരാൻ സാധിക്കുമെന്ന് ഗലബത്തുള്ളതിന് മികച്ച ഭാവനയുണ്ടെങ്കിൽ ആരുമില്ലെങ്കിൽ പോലും ഫറളായ ഹജ്ജിന് പോകാം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു വ്യക്തമായി ത്വയ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ത്വയ്ഫ 4-ാം വാള്യം 24-ാമത്തെ പേജ്. പക്ഷെ സൗജോ മഹറമോ നിസ്ബത്ത് സിഖാത്തോ ഉണ്ടെങ്കിലേ അവൾക്ക് പോകൽ നിർബന്ധമുള്ളൂ. ആരുമില്ലെങ്കിലും സ്വയം അമ്നുണ്ടെങ്കിൽ ഫർളാ ഹജ്ജിന് വേണ്ടി പോകൽ അനുവദനീയമാണെന്നാണ് ആദ്യം പറഞ്ഞത്. സ്ത്രീയുടെ യാത്രയെ കുറിച്ച് ബഹുമാനപ്പെട്ട തൂഫയിൽ ഇങ്ങനെ കാണാം. ഉസ്തറത്തൂഫിൽ ഉജൂബി അലൽ മർഅ, പെണ്ണിന്റെ മേൽ ഹജ്ജോ ഉംറയോ നിർബന്ധമാകണമെങ്കിൽ ഷർത്താണ് അയ്യുഖ്റുജമാഹ സൗജനോ മഹറമുൻ ഔ നിസ്വത്തുൻ സിക്കാത്തുൻ, ആരെങ്കിലും ഒന്ന് പുറപ്പെടണം. ലിഹിർമത്തി സഫരിയ വാഹിദഹ, കാരണം ഒറ്റക്ക് യാത്ര പോകൽ ഹറാമായതുകൊണ്ട് ഇവരാരെങ്കിലും ഉണ്ടെങ്കിലേ പെണ്ണിന് പോകൽ നിർബന്ധമുള്ളൂ. എന്നിട്ട് അതിനെ പറഞ്ഞു അമ്മൽ ജവാസു, ജായിസ് പെണ്ണിന് പോകാൻ അനുവദനീയമാകാൻ ഫർഹാൻ തഖ്റുജായി ഫർദുൽ ഇസ്ലാം, ഫർള ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പോകാം. മഅംറാത്തിൻ സിഖത്തിൻ വഖദ യജൂസു ലഹ അൻ തഖ്റുജ വഹദഹ ഇദാ തയഖനത്തിൽ അംന അലാ നഫ്സിഹാ, സ്വന്തം നഫ്സിന്റെ മേൽ അമ്ന് ഉറപ്പുണ്ടെങ്കിൽ ഒറ്റക്ക് പോലും അവൾക്ക് പോകൽ അനുവദനീയമാണ്. അതാ കുല്ലൂഫിൽ ഫർളി, ഇത് ഫർളിന് വേണ്ടി പോകുമ്പോഴാണ്. വലവ് നദറ നീർച്ചയോ കലാ വീട്ടാനോ ആണെങ്കിലും അവൾക്ക് സ്വന്തം അമ്നുണ്ടെങ്കിൽ വരെ പോകാം. അമൻ നഫ്ലു, അപ്പൊ സുന്നത്തായ കാര്യത്തിന് വേണ്ടി പെണ്ണ് പോകൽ ഫലൈസറഹൽ ഖുറൂജു ലിന്നഫിലി, സുന്നത്തിന് വേണ്ടി അവൾക്ക് യാത്ര ചെയ്യാവതല്ല. മാനസുഖത്തിന് കുറെ പെണ്ണുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പോലും പറ്റില്ല. വൈൻ കസുർണ, എത്ര പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും പറ്റില്ല. ഹത്തായ ഹറൂമു അലൽ മക്കിയത്തി, മക്കയിൽ നിന്ന് അത്തത്തവ്വുൽ ഉംറത്തി മിന തൻഈം, സുന്നത്തായ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൽ തൻഈമിലേക്ക് പോകൽ വരെ പെണ്ണിന്റെ മേൽ ഹറാമാണ്. മഅൻ നിസാഇ, പെണ്ണുങ്ങൾ എത്രയുണ്ടെങ്കിലും എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ത്വയ്ഫ 4-ാം വാള്യം 24-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര കുറവാണെങ്കിലും ശരി. എന്നിട്ട് പറഞ്ഞു വമിന്നു ഖുറൂജുനടി സിയാറത്തുൽ ഖുബൂരി ഹൈതു കാന ഖാരിജ സുവരി, തന്റെ നാടിന്റെ അതിർത്തിക്ക് പുറത്താണെങ്കിൽ ഖബർ സിയാറത്ത് എന്ന സുന്നത്തിന് വേണ്ടിയിട്ടും പെണ്ണ് എത്ര പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പോലും മഹറമോ ദോജോ ഇല്ലാതെ പോകൽ ഹറാമാണ്. വലോ ബിസ്മി സൗജത്ത്, ഭർത്താവിന്റെ സമ്മതത്തോട് കൂടെയാണെങ്കിൽ പോലും ഹറാമാണ്. വൽ ഹീലത്തു, അങ്ങനെ പോകാനുള്ള മാർഗം അൻ തൻസുറ തതവ്വ, സുന്നത്തായ കാര്യത്തെ നിർത്തിയാക്കുക. അപ്പൊ ഒരിക്കൽ ചെയ്ത ഉംറയാണ്, അല്ലെങ്കിൽ ഒരിക്കൽ ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇനി സുന്നത്തേ ഉള്ളൂ. അപ്പൊ ആ സുന്നത്തിന് പോകാൻ വഴിയില്ല. അതുകൊണ്ട് അത് ഞാൻ നീർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഫറലായി, ഫർദിന് വേണ്ടി പോവുകയുമാകാം. ലാക്കിൻ തഖ്സിബിൽ ദാലിക്കാൻ നജരി, ആ നീർച്ചയാക്കുമ്പം വജിഹല്ലാഹി കരുതണം. അല്ലാതെ എന്ത് കരുതരുത്, ലാ തവസ്സുല ലിൽ ഖുറൂജി അബി സഫർ, ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് നിർത്തിയാക്കുക എന്ന് കരുതരുത്. ഷെർവാനി 4-ാം വാള്യം 25-ാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫർളല്ലാത്തതിന് പോകാനേ പാടില്ല. ഈ ഗൈരി ഫർളിൻ, ഫർള അല്ലാത്തതിന് മഹറമോ ദോജോ ഇല്ലെങ്കിൽ പോകരുത്. കത്തത്തവ്വുൽ ഇഹ്റാമി ബിൽ ഉംറത്തി മിന തൻഈമി ഫഹറാമുൻ വലൗ മഅ നിസ്വ, എത്ര പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും മക്കയിൽ നിന്ന് തൻഈമിലേക്ക് സുന്നത്തായ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ വരെ പെണ്ണ് പോകൽ ഹറാമാണെന്നാണ് പ്രബലം. ശറഈഹ് 111-ാമത്തെ പേജ്, ത്വയ്ഫ 4-ാം വാള്യം 25-ാമത്തെ പേജ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതേ വിഷയം തന്നെ ഫർളിന് വേണ്ടിയാണെങ്കിൽ പെണ്ണിന് സ്വന്തം അമ്നുണ്ടെങ്കിൽ പോകാം, ജായിസാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം സുന്നത്താണെങ്കിൽ പോകരുതെന്നാണ് പ്രബലമെന്ന് ബഹുമാനപ്പെട്ട ഫിഖ്ഹിലെ ജമൽ 2-ാം വാള്യം 385-ാമത്തെ പേജിലുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്നത്തിനും വേണ്ടിയും പോകാം എന്ന് വളരെ ബലഹീനമായ ഒരു അഭിപ്രായം ചില ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്.
ഹജ്ജ് യാത്രയിൽ ഭർത്താവിന്റെ വഫാത്ത് കൊണ്ട് ഒരു പെണ്ണിന് ഇദ്ദ നിർബന്ധമായാൽ അവൾക്ക് ആ യാത്ര തുടരാമോ അതോ തിരിച്ചു വരൽ നിർബന്ധമാണോ എന്ന് ചർച്ച ചെയ്തയിടത്ത് സുമവജബത്തിൽ ഇദ്ദത്തു ഫി തരീഖി, വഴിയിൽ വെച്ച് പെണ്ണിന് ഇദ്ദ നിർബന്ധമായാൽ ഫലാ റുജുഹു, മടങ്ങി വരാം, ഇലാ മസ്കനിഹ, വീട്ടിലേക്ക്, വഹുവൽ ഔല, അതാണ് ഏറ്റവും നല്ലതും, വലഹൽ മുദിയു, ആ യാത്ര തുടരുകയുമാകാം, ഇലാ ഫർലിഹ, ഇലാ ഖറലിഹ, ഹജ്ജ് ഉംറകളിലേക്ക് പോകാം, ലി മശഖത്തി റുജുഇ, മടങ്ങൽ പ്രയാസമാണല്ലോ. തുഹഫ 8-ാം വാള്യം 264-ാമത്തെ പേജ്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ വജബത്ത് ഫി ത്വരീഖിൻ എന്നുള്ളിടത്ത് ഐ ബഅദ മുജാവസത്തി മാ യുഷ്തറത്തു മുജാവസത്തുഹു ഫി തറഖുസിൽ മുസാഫിരി, അവനവന്റെ നാട് വിട്ടുപോയതിന്റെ ശേഷമാണെങ്കിലാണ് ഈ പറഞ്ഞത്. നേരെ മറിച്ച് ആ ഖറജ ബിത്വരീഖി, വഴിയിൽ വെച്ച് എന്നതുകൊണ്ട് പുറപ്പെട്ടു, മാല വജബത്ത് ഖബൽ ഖുറൂജ് മിൻ മൻസിലി, വീട്ടിൽ നിന്ന് പെണ്ണ് പുറപ്പെടുന്നതിന്റെ മുമ്പാണ് ഭർത്താവിന്റെ മരണം, നാ ഫലാത്ത ഖുറൂജു ഖത്അൻ, ഒരിക്കലും ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയിട്ട് യാത്ര പോകാനേ പാടില്ല. ഒമാലോ വജബത്ത് ഫീഹി വലം തുഫാരിക്ക് ഇമ്രാൻ അൽ ബലദി, അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നാടിന്റെ അതിർത്തി വിട്ട് കടന്നിട്ടില്ല, എന്നാലും ഫയജിബുൽ ഔദു, മടങ്ങൽ നിർബന്ധമാണെന്നാണ് അസ്വഹ് ജംഹൂറിന്റെ എഴുത്തും. ഇത് ലം തശറഅ ഫി സഫരി, യാത്രയിൽ തുടങ്ങിയിട്ടില്ലല്ലോ. ജമൽ 4-ാം വാല്യം 465-ാമത്തെ പേജ്. ഫീ തരീഖിൻ എന്നുള്ളിടത്ത് ജമലിൽ സകത അമ്മാലോ വജബത്തിൽ ഇദ്ദത്തു ഖബൽ ഖുറൂജി, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പാണ് ഭർത്താവിന്റെ മരണവും ഇദ്ദ നിർബന്ധമായതും എങ്കിലോ റൗളയിൽ പറഞ്ഞു ലം തുസാഫിർ, പോകരുത്. പക്ഷെ സറഹുർ റൗലിൽ ഒരഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്, വഖീല തതഖയ്യറു ലിഅന്ന അലൈഹാ ലററൻ ഫീ ഇബ്ത്വാലി സഫരിഹാ, ഇങ്ങനെയും ഒരഭിപ്രായം ഉണ്ട്. ബഹുമാനപ്പെട്ട മുഗ്നി 7-ാം വാല്യം 531-ാമത്തെ പേജിൽ ഇന്നൽ മുഅ്തദബിന് വഫാത്തി ലൈസ ലഹാൻ തഖ്റുജൽ ഹജ്ജി വലാ ഇലാ ഗൈരി, പോകാൻ പാടില്ലെന്നാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ദഈഫായ ഖൗലാണ് മേൽ പറഞ്ഞത്. സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ മറ്റു സുന്നത്തായ യാത്രകളോ മഹറമോ സൗജ് ഇല്ലെങ്കിൽ പെണ്ണ് പോകാനേ പാടില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവും ഷറഹ് ഇവാഹിൽ 111-ാമത്തെ പേജിൽ ഇമാം ഇബ്നു ഹജർ തങ്ങളും അതുപോലെ തന്നെ തുഹഫ 4-ാം വാല്യം 25-ാം പേജിലും പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ പറയുന്നു, സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ ആണെങ്കിൽ മഹറമോ സൗജോ ഇല്ലാതെ പെണ്ണ് പോകരുത് എന്നാകുന്നു ഷാഫിഈ മദ്ഹബ്. ഷറഹുൽ ഇലാഹ് 113-ാമത്തെ പേജ് നോക്കുക. ഹജ്ജിന്റെ ഫർളുകളും വാജിബുകളും രണ്ടാണ്. ഫർള് എന്ന് പറഞ്ഞാലും റുക്ന് പറഞ്ഞാലും ഒന്ന്. ഒരു നിലക്കും അത് ഒഴിവാക്കാൻ പാടില്ലാത്തതും അഥവാ ഒഴിവായാൽ അറവ് കൊണ്ടോ മറ്റോ പരിഹരിക്കപ്പെടാത്തതുമായ സംഗതികൾക്കാണ് ഹജ്ജിന്റെ റുക്ന്, ഫർള് എന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് വാജിബ് എന്നാൽ ചെയ്യൽ നിർബന്ധമാണ്, കരുതിക്കൂട്ടി ഒഴിവാക്കൽ തെറ്റാണ്, പക്ഷെ അഥവാ ഒഴിവാക്കിയാലും അറവ് കൊണ്ടോ മറ്റോ അതിനെ പരിഹരിക്കപ്പെടും. അതിന്റെ പേരാണ് വാജിബ്. നിസ്കാരത്തിലും നോമ്പിലും ഒക്കെ വാജിബ്, ഫർദ്, റുക്ന് എന്നാൽ ഒരേ ഉദ്ദേശിയാണ്. നേരെ മറിച്ച് ഹജ്ജില് റുക്ന്, ഫർദ് എന്നാൽ ഒന്നാണ്, വാജിബ് മറ്റൊന്നാണ്. ബഹുമാനപ്പെട്ട ഇഖ്നാ 2-ാം വാല്യം 373-ാമത്തെ പേജിൽ ഹജ്ജിന്റെ റുക്നുകൾ 6 വിവരിക്കുന്നുണ്ട്. ഇഹ്റാം ചെയ്യുക, അറഫയിൽ നിൽക്കുക, ഇഫാദത്തിന്റെ തവാഫ്, സഫാ മർവന്റെ ഇടയ്ക്കുള്ള സഅയ്, മുടി നീക്കൽ, ഇവ വഴിക്ക് വഴിയാണെന്നുള്ള തെർത്തീബ്, ഇങ്ങനെ 6 കാര്യമാണ് ഹജ്ജിന്റെ റുക്നുകൾ. വാജിബുകൾ എന്നാൽ ഹജ്ജിന് 5 ബഹുമാനപ്പെട്ട ഇഖ്നാ 2-ാം വാല്യം 382-ാമത്തെ പേജിൽ കാണാം. 1 ഇഹ്റാം മീഖാത്തിൽ നിന്നാവുക, 2 മുസ്ദലിഫയിൽ രാപ്പാർക്കുക, 3 അയ്യാമു തശ്രീഖിന്റെ രാത്രികളിൽ പകുതിയിലേറെ സമയം മിനയിൽ രാപ്പാർക്കുക, 4 3 ജംറകളിലേക്കും 11, 12, 13 എന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്കു ശേഷം എറിയുക, 5 വദാഇന്റെ തവാഫ്. ഇങ്ങനെ 5 പരിശുദ്ധമായ ഹജ്ജിന്റെ വാജിബുകൾ. പിന്നെ അതിന്റെ സുന്നത്തുകളും മറ്റുമൊക്കെ ഉണ്ട്. വളരെ ചുരുങ്ങിയ നിലക്ക് ചില കാര്യങ്ങൾ വിവരിക്കാം. ഒന്നാമത്തെ ഫർദ്, ആദ്യമായിട്ട് ഹജ്ജിൽ പ്രവേശിക്കുന്നത് ഇഹ്റാം കൊണ്ടാണല്ലോ. ഇഹ്റാമിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. അത് ഹൈള് നിഫാസുകാരിയാണെങ്കിൽ വരെ അവർക്ക് കുളിക്കൽ സുന്നത്തുണ്ട്. ഇഹ്റാമിന്റെ മുമ്പ് സുന്നത്തായ കുളി നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടെയാണ് കുളിക്കേണ്ടത്. ഈ കുളി ഒഴിവാക്കൽ കറാഹത്തുമാണ്, സാധിക്കുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ കറാഹത്താണ്. തുഹഫ 4-ാം വാല്യം 52-ാമത്തെ പേജ്.
അതുപോലെ തന്നെ ഗുഹ്യരോമങ്ങളും കക്ഷരോമങ്ങളും കളയലും നഖങ്ങൾ മുറിക്കലും ഒക്കെ പ്രത്യേകമായ സുന്നത്താണ് ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് എന്ന നിലയിൽ. സ്ത്രീകൾ അത് വിവാഹിതയോ അവിവാഹിതയോ വിധവയോ ഏത് സ്ത്രീകളും ഇഹ്റാമിന് ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ മുമ്പ് രണ്ട് കൈകളിൽ മണികണ്ഠം വരെയും മൈലാഞ്ചി കൊണ്ടൊന്ന് ചുവപ്പിക്കൽ, അത് വരകളോ കുറികളോ ചിത്രങ്ങളോ കൂടാതെ, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് ഷർവാനി 4-ാം വാള്യം 59-ാമത്തെ പേജിലുണ്ട്. പിന്നെ ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിർവഹിക്കൽ സുന്നത്താണ്. ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്തെ നിർവഹിക്കുന്നു എന്നാകുന്നു നിയ്യത്ത്. അതുപോലെ നിയ്യത്ത് വെക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഉടനെയാകലും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് നിയ്യത്ത് അഥവാ ഇഹ്റാം ചെയ്യലാണ് സുന്നത്തെന്ന് ഷർവാനി 4-61-ാം പേജിൽ കാണാം. ഇഹ്റാം ചെയ്ത ഉടനെ 3 പ്രാവശ്യമായി തൽബിയത്ത് നടത്തലും തൽബിയത്തിന്റെ ശേഷം മുത്തനബിയുടെ മേൽ ഇന്നക മജീദ് വരെയുള്ള സ്വലാത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് ഇഹ്റാമിന്റെ മുമ്പുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകൾ. അങ്ങനെ ഇഹ്റാം ചെയ്യുന്നു. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ വരുന്നവർക്ക് മീഖാത്ത് 5 മീഖാത്താണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സിറിയ, ജോർദാൻ, സുഡാൻ ഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ജുഹഫയും, മദീനയുടെ ഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ദുൽഹുലൈഫയും, അബൂദാബി, കുവൈറ്റ്, റിയാദ് ഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ഖർനുൽ മനാസിൽ, ഇന്ന് ഹദ, വാദി മുഹരിം, സേരുൽ കബീർ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ത്വായിഫിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഖർനുൽ മനാസിൽ. അതുപോലെ തന്നെ ഇറാഖ്, ഖുറാസാന്റെ ഭാഗത്തിൽ നിന്ന്, ഇറാന്റെ ഭാഗത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് മസീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദാത്തു ഇർത്ത് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, അബൂദാബി, കുവൈറ്റ്, റിയാദ് ഭാഗത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഖർനുൽ മനാസിൽ, ഹദ, വാദി മുഹരിം, സെയ്ൽ കബീർ എന്നൊക്കെയാണ് ത്വായിഫിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് മലേഷ്യ, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് യലംലം. ഈ 5 മീഖാത്തുകൾക്ക് മീഖാത്ത് ശർഈ എന്ന് പറയുമെന്ന് ഷർഹുൽ മുഹദ്ദബ് 7-ാം വാള്യം 192-ലുണ്ട്. അപ്പൊ ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഈ ഏതെങ്കിലും ഒരു മീഖാത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മീഖാത്തിനോട് നേരിടുന്ന ഭാഗത്തിൽ നിന്നോ ഇഹ്റാം ചെയ്യാതെ മക്കയുടെ ഭാഗത്തേക്ക് പുറപ്പെടൽ ഹറാമാണ്. ഈ 5 സ്ഥലങ്ങൾ മീഖാത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യണം എന്നല്ല. അവിടെ നിന്നോ അവിടെ എത്തുന്നതിന്റെ മുമ്പ് എവിടെ നിന്നുമോ ഇഹ്റാം ചെയ്യാം. ഹജ്ജോ ഉംറയോ ഉദ്ദേശിക്കുന്നവർ ഇഹ്റാം ചെയ്യാതെ ആ സ്ഥലം വിട്ടുപോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മക്കയുടെയും മീഖാത്തിന്റെയും ഇടക്ക് താമസിക്കുന്നവർ, ഉദാഹരണം ജിദ്ദ പോലെ, അവരൊക്കെ എവിടെയാണോ അവരുടെ താമസ സ്ഥലം അവിടെ വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട തുഹഫ 4-ാം വാള്യം 42-ാമത്തെ പേജിലും മുഗ്നി 1-ാം വാള്യം 474-ാമത്തെ പേജിലും ഉണ്ട്. ഏതായാലും ഹജ്ജോ ഇഹ്റാമോ ഉദ്ദേശിക്കുന്ന ഒരാൾ ഇഹ്റാം ചെയ്യാതെ ഈ 5 സ്ഥലം വിട്ട് മക്കയുടെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. പോയാൽ മടങ്ങൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അറവ് നിർബന്ധമാണ്. നേരെ മറിച്ച് ഹജ്ജോ ഉംറയൊന്നും ഉദ്ദേശിക്കാതെ ജോലിക്കോ മറ്റോ പോകുന്നവർക്ക് ഈ സ്ഥലങ്ങൾ ഇഹ്റാം ചെയ്യാതെ പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട തുഹഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നാം ഒരു തലക്കെന്ന് പറയാം. നാം ഇവിടെ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ ആദ്യമായിട്ടൊരു പക്ഷേ ഉംറയാവും ചെയ്യുക. ഹജ്ജിന്റെ മാസമായ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജിൽ ഉംറ ചെയ്തതിന്റെ ശേഷം ആ വർഷം തന്നെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ തമത്തു എന്ന് പറയും, അറവ് നിർബന്ധമാണ്. പക്ഷെ ഇവർ ഹജ്ജിന്റെ ഇഹ്റാമിന് ദുൽഹുലൈഫയിലേക്കോ മറ്റു ഹജ്ജിന്റെ മീഖാത്തിലേക്കോ പോയി ഹജ്ജിന്റെ ഇഹ്റാം ചെയ്താൽ തമത്തുവിന്റെ നിലക്കുള്ള അറവ് അവർക്ക് രക്ഷപ്പെടുന്നതാണ്. രക്ഷപ്പെടുന്ന പറഞ്ഞാൽ ആ അറവ് നിർബന്ധം ഇല്ല. ഈ വിഷയം പ്രത്യേകം മഹാന്മാർ തുഹഫയിലും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഹജ്ജിനാണ് ഇഹ്റാം എങ്കിൽ നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഫർളായ ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്യുകയും ഇഹ്റാം നിർവഹിക്കുകയും ചെയ്തു എന്നാകുന്നു നിയ്യത്ത് ചെയ്യേണ്ടത്. ഇഹ്റാമോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാകും. ബഹുമാനപ്പെട്ട തർശീഹ് 192-ാമത്തെ പേജിലും ജമല് 2501-ലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷറഉൽ ഇളാഹ് 164-ലും തുഹഫയിലും ഒക്കെ വളരെ വിശദമായി പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി എണ്ണാം. ആണിന്റെ മേൽ മാത്രമുള്ള 2 ഹറാമുകളാണ്. ഒന്ന്, ചുറ്റിത്തുന്നിയ അല്ലെങ്കിൽ ശരീരത്തെയോ ഏതെങ്കിലും അവയവത്തെയോ വലയം ചെയ്യും വിധമുള്ള ഒരു വസ്ത്രവും പുരുഷൻ ധരിക്കാൻ പാടില്ല. അപ്പൊ പുരുഷന് പാന്റ്, സോക്സ്, ബനിയന്, ടീഷർട്ട്,
ജഡ്ഡി, ട്രൗസർ, തൊപ്പി, കമീസ്, കന്തൂറ, ഷർട്ട്, കുപ്പായം പോലെയുള്ള വസ്ത്രങ്ങളൊന്നും പുരുഷന് ഇഹ്റാമിൽ പാടില്ല. അതുപോലെ തന്നെ അല്പം പോലും തല മറക്കാനും പുരുഷന് പാടില്ല. സ്ത്രീകൾക്ക് മുഖത്ത് ഹിജാബ് മറക്കലും കൈയുറ ധരിക്കലും രണ്ട് കാര്യം സ്ത്രീക്ക് പാടില്ല. രണ്ടു കൂട്ടർക്കും പാടില്ലാത്തതാണ് ശാരീരിക ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ കൂലി നിർബന്ധമാകുന്ന ഇസ്തിംനാ, മുഷ്ടി മൈഥുനം പോലെയുള്ള കാര്യങ്ങളോ മറ്റു ശഹവത്തോടു കൂടെയുള്ള ചേഷ്ടകളോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നിക്കാഹിന് കാർമികത്വം വഹിക്കാൻ വലിയന് പാടില്ല, വരന് പാടില്ല. ഭാര്യ ഇഹ്റാമിലായിരിക്കുമ്പോൾ നിക്കാഹ് ചെയ്യരുത്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആണായാലും പെണ്ണായാലും ഇഹ്റാമിൽ നഖം തീരെ നീക്കാൻ പാടില്ല, മുടി തീരെ നീക്കാനും പാടില്ല. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ 196 ആയത്തിൽ വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹല്ല, ഇഹ്റാമിൽ ഒരു മുടിയും കളയരുത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഈലാഹ് 203 പേജിൽ വിശദീകരിക്കുന്നുണ്ട്. പൊട്ടി നിൽക്കുന്ന ഒരു മുടി കണ്ണിലേക്ക് തൂങ്ങി വിഷമമാകുന്നുണ്ടെങ്കിൽ അത് മാത്രം പൊട്ടിച്ചിടാം, ഫിദിയൊന്നുമില്ല. അതുപോലെ തന്നെ നഖം ചീന്തി നിന്ന് ശരീരത്തിൽ വല്ലാത്ത മുറിവുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ചീന്തിയ നഖവും പൊട്ടിച്ചെറിയാം, അതിലും ഫിദിയയില്ല. അല്ലാതെ മുടിയോ നഖമോ കരുതി കൂട്ടി ഒരാൾ മറന്നു നീക്കിയാൽ പോലും ഫിദിയ നിർബന്ധമാണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിനായാലും ഉംറക്കായാലും ഇഹ്റാം ചെയ്താൽ തലമുടിയിലോ മുഖരോമങ്ങളിലോ ഒരുവിധ എണ്ണ തേക്കാൻ പാടില്ല. എണ്ണയോ വെണ്ണയോ നെയ്യോ കൊയമ്പോ തൈലമോ എണ്ണ ഇനത്തിൽപ്പെട്ട ഒന്നും തലമുടിയിലോ മുഖരോമങ്ങളിലോ ഇഹ്റാമിൽ അരുത്. അതുപോലെ തന്നെ ആണും പെണ്ണും ഇഹ്റാമിൽ ശരീരത്തിലോ വസ്ത്രത്തിലോ വിരിപ്പുകളിലോ ഒരുവിധമുള്ള സുഗന്ധങ്ങളും പൂശാനേ പാടില്ല. അതുപോലെ തന്നെ വേട്ടയാടുക എന്നുള്ളത് ഹറാമാണ്. സൂറത്ത് മാഇദ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലൂ സയ്യിദ വഅൻതും ഹുറും, ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ വേട്ടയാടരുത് എന്ന് മാഇദ സൂറത്ത് 95 ആയത്തിലും ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ ഹുർരിമ അലൈക്കും സ്വയ്ദുൽ ബർരി മാ ദുംതും ഹുറുമ എന്ന് 96 ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന് ചുറ്റിത്തുന്നിയതോ അല്ലെങ്കിൽ ശരീരത്തിന്റെയോ ഏതെങ്കിലും ഒരു അവയവത്തെയോ വലയം ചെയ്യുന്ന വസ്ത്രങ്ങളാണ് പാടില്ലാത്തത്. എത്ര വീതിയുള്ള ബെൽറ്റും ആകാം, അത് റക്സിൻ കൊണ്ടോ ലെതർ കൊണ്ടോ ശീല കൊണ്ടോ അടിച്ചതും തുന്നുള്ളതും ഏത് വിഭാഗത്തിൽപ്പെട്ട ബെൽറ്റുകളാണെങ്കിലും എത്ര വീതിയും കട്ടിയുമുള്ള ബെൽറ്റുകളാണെങ്കിലും അനുവദനീയമാണ്. ബാച്ച്, കണ്ണട, മോതിരം അനുവദനീയമാണ്. മാലയും വളകളും അനുവദനീയമാണ്. സോക്സ് പറ്റില്ല, ഷൂ പറ്റില്ല. ചെരുപ്പ് തന്നെ വിരലിന്റെ അല്പഭാഗങ്ങളും മടമ്പും പുറത്ത് കാണുന്ന ചെരുപ്പുകൾ അനുവദനീയമാണ്. തല മറക്കരുതെന്ന് പറഞ്ഞു. കൊട ചൂടാം. കാറിൽ കയറി കാറിന്റെ മോൾഭാഗം തലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പന്തലിന്റെ താഴെ ഹൈമയുടെ താഴെ നിന്നു തല മുട്ടി നിൽക്കുന്നുണ്ട്, അതൊന്നും തല മറക്കലല്ല. ഇതെല്ലാം അനുവദനീയമാണ്. സ്ത്രീകൾക്ക് ഇഹ്റാമിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മുഖം മറക്കരുത്, കൈയുറ ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഏത് വസ്ത്രങ്ങളും ആവാം, ജഡ്ഡിയോ സോക്സോ ഷൂവോ ഏതുമാകാം. അവൾക്കും വെളുത്ത വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് എന്ന് മാത്രം. മഞ്ഞൾ നിറവും കുങ്കുമ നിറവും ഒഴിവാക്കലാണ് സ്ത്രീക്കും നല്ലത്. ആഭരണങ്ങൾ ആവാം, കറുത്ത വസ്ത്രങ്ങൾ ആവാം, ഏതുവിധം പർദ്ദകളും ആവാം, കാലുറയും ഷൂവും ആകാം, ഷോക്സ് ഏത് വിധവും ആകാം. ഇതെല്ലാം സ്ത്രീകൾക്ക് അനുവദനീയമാണ്. യാതൊരു തകരാറും ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹജ്ജ് ഉംറകളുടെ അമലുകളിൽ നിന്ന് ത്വവാഫും സുന്നത്ത് നിസ്കാരവും അല്ലാത്ത ഏത് കാര്യവും ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്കും അനുവദനീയമാണ്. അപ്പൊ അവൾക്ക് ഇഹ്റാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വേണ്ട എന്നേ ഉള്ളൂ. തൽബിയത്തും മറ്റു എല്ലാ സുന്നത്തുകളും അവൾക്കുമാവാം. ഇഹ്റാമിന്റെ മുമ്പുള്ള മുടി നീക്കലും നഖം നീക്കലും ഒക്കെ ഹൈലുകാരിക്കും സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഷെർവാനി റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് മുടികൾ നീക്കരുത് എന്നാകുന്നു നിയമം. പക്ഷേ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പുള്ള സുന്നത്ത് എന്നുള്ള നിലക്ക് സ്ത്രീകൾക്കും സുന്നത്താണ് എന്ന് പ്രത്യേകം ഇമാം ഷെർവാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. സുനൻ തുർമുദി നമ്പർ 826 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. ഇന്നൽ ഹംദ അന്നൽ ഹംദ രണ്ടും പറ്റും എന്ന് ഷറഹുൽ ഇലാഹിലുണ്ട്. തവാഫിലോ സായിലോ ഒന്നും തൽബിയത്ത് സുന്നത്തേ ഇല്ല. ഫയല് 1-ാം വാള്യം 323-ാമത്തെ പേജ്. ഓരോ വട്ടം തൽബിയത്തിന്റെ ശേഷവും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സലാത്ത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഏറ്റവും ചുരുങ്ങിയത് 3 തൽബിയത്തിന്റെ ശേഷമെങ്കിലും അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. തൽബിയത്ത് 3 വട്ടം ചെല്ലണം. അത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. തവാഫിലും സായിലും വേണ്ട എന്ന് പറഞ്ഞല്ലോ. തൽബിയത്ത്, ഹജ്ജിന്റെ തൽബിയത്ത് ജംറത്തുൽ അഖബ എറിയുന്നത് വരെയാണ്. ഉംറയുടെ തൽബിയത്തിന്റെ സുന്നത്ത് തവാഫ് തുടങ്ങുന്നത് വരെയാണ്. പുരുഷൻ തൽബിയത്ത് അല്പം ഉറക്കെ ചെല്ലണം. സ്ത്രീകൾ തൽബിയത്തിൽ പതുക്കെയാക്കലാകുന്നു സുന്നത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറബി അറിയാത്തവർക്ക് തൽബിയത്തിന്റെ പരിഭാഷ പറഞ്ഞാലും മതിയാകും എന്ന് ഇഖ്നാ 2-ാം വാള്യം 388-ാമത്തെ പേജിലുണ്ട്. അറബി അറിഞ്ഞാലും, അറബിയിൽ തൽബിയത്ത് തിരിയുമെങ്കിൽ പോലും, അറബിയിലാണ് നല്ലതെങ്കിലും പരിഭാഷ നടത്തിയാലും കൂലി കിട്ടുമെന്ന് ബുജൈരിനി 2-ാം വാള്യം 376-ാമത്തെ പേജിൽ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. ഓരോ തൽബിയത്തിന്റെ ശേഷവും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂടെ ചേർക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഷർവാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാമിൽ പാടില്ലെന്നു പറഞ്ഞ പുരുഷൻ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കുകയോ, പുരുഷൻ തലമറക്കുകയോ, സ്ത്രീ മുഖം മറക്കുകയോ, സ്ത്രീ കൈകൾ ധരിക്കുകയോ, അല്ലെങ്കിൽ ആണോ പെണ്ണോ ഇഹ്റാമിൽ സുഗന്ധം പൂശുകയോ, ഇങ്ങനെ പാടില്ലാത്ത കാര്യം വല്ലതും ചെയ്താൽ ഒന്നുകിൽ ഒരു ആട് അറക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 3,200 ലിറ്ററാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഒരു സ്വാ പറഞ്ഞാൽ അങ്ങനത്തെ 3 സ്വാ കൊടുക്കണം 6 മിസ്കീന്മാർക്ക്. അപ്പം ഓരോ മിസ്കീന് അര സാ വീതം 6 മിസ്കീന്മാർക്ക് 3 സ്വാ കൊടുക്കണം. ഈ സ്വാ പറഞ്ഞാൽ അരി, ഭക്ഷ്യധാന്യം സാധുക്കളായ മിസ്കീന്മാരായ മുസ്ലിങ്ങൾക്ക് ഹറമിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അത് അവിടത്തുകാരാവണമെന്നില്ല, ഏത് നാട്ടുകാരായാലും വാങ്ങുമ്പോൾ ആ സമയത്ത് ആ സ്ഥലത്ത് അവിടെ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ 3 നോൽമ്പ് കൊടുക്കണം, 3 നോൽമ്പ് നിൽക്കണം. ഈ നോൽമ്പ് ഹറമിൽ വെച്ചോ അല്ലാതെയോ എവിടെ വെച്ചുമാകാം എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നിലേറെ തവണ കാര്യങ്ങൾ ചെയ്താൽ ഫിദിയും തക്കറുറാകും. ഇന്ന് തലമറച്ചു, അതിന് ഫിദിയ വേറെ. നാളെ സുഗന്ധം പൂശി, അതിന് വേറെ ഫിദിയ. മറ്റന്നാൾ അവൻ നഖം മുറിച്ചു, അതിന് വേറെ ഫിദിയ. എല്ലാറ്റിനും കൂടി ഒരു ഫിദിയ പോരെ. ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്റാർ 92-ാം പേജിലും മറ്റും വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മുടിയോ ഒരു നഖമോ മാത്രം നീക്കിയാൽ 1 മുദ് അരി ദാനം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു നോമ്പ്. 2 മുടിയോ 2 നഖമോ നീക്കിയാലും 2 മുദ് ദാനം ചെയ്താൽ മതി. 2 മുദ് പറഞ്ഞാൽ 1 മുദ് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ അരി ധാന്യം സാധുക്കൾക്ക് കൊടുത്താൽ മതി. 3 മുടിയോ 3 നഖമോ ഒരേ അവസരത്തിൽ നീക്കി എന്നാൽ മേൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഒരാടറക്കേണ്ടി വരും, അല്ലെങ്കിൽ 6 മിസ്കിന്മാർക്ക് 3 സ്വായ് കൊണ്ട് 6 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ 3 നോൽമ്പ് നോൽക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഇനി ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ 7 പ്രധാനപ്പെട്ട അമലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളത്. 7ന്റെ പേരാണ് യൗമു സീനത്ത്, 8ന്റെ പേരാണ് യൗമു തർവിയ, 9ന്റെ പേരാണ് യൗമു അറഫ, 10ന്റെ പേരാണ് യൗമു നഹർ, 11ന് യൗമുൽ ഖർ, 12ന് യൗമു നഫർ അവ്വൽ, 13ന് യൗമു നഫർ സാനി എന്നൊക്കെയാണ് പേര്. ഏതാവട്ടെ, മുമ്പേ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറയുടെ അമലുകളെല്ലാം തീർത്ത് ഇഹ്റാമിലല്ലാതെ മക്കയിൽ നിൽക്കുന്ന ആളുകൾ കുറെ ഉണ്ടാവും. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു വന്ന് മക്കയിൽ ഹജ്ജിന്റെ ഇഹ്റാമിലായി താമസിക്കുന്നവരും ഉണ്ട്. ജോലിക്കോ മറ്റോ മക്കയിൽ നിൽക്കുന്ന പല ആളുകളും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഉണ്ട്. ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. എല്ലാവരും 8ന്റെ അന്ന് രാവിലെ ഇനി മിനയിലേക്ക് പുറപ്പെടുകയാണ് വേണ്ടത്. പറയാം,
ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിൽ വന്ന ആളുകളും അതുപോലെ തന്നെ ഇഹ്റാമിലല്ലാതെ നിൽക്കുന്നവർ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്തെല്ലാം യൗമുസീനത്ത് 7 മക്കയിൽ വെച്ച് നിർവഹിച്ച് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് അവരും എല്ലാവരും മറ്റു ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുമൊക്കെ നേരെ ഇനി പുറപ്പെടേണ്ടത് മിനയിലേക്കാകുന്നു. മിനയിൽ രാപ്പാർക്കുക, മിനയിൽ ദുൽഹിജ്ജ 8 മിനയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താകുന്നു. മിന എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹറമിന്റെ ഉള്ളിൽപ്പെട്ടൊരു സ്ഥലമാണ്. 7000 മുഴം നീളമുള്ള അഥവാ 3291 മീറ്റർ നീളമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മിന. 7000 മുഴമാണ് നീളമെന്ന് തുഴഫ 425 കാണാം. ഒരു 200 മുഴവും കൂടി കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉംദത്തുൽ അബ്റാർ 61 പേജിലുള്ളത്. അതിന്റെ അപ്പുറത്താണ് വാദി മുഹസ്സിർ എന്ന സ്ഥലം. അത് 249 മീറ്റർ ആണ് നീളം. ഏതായാലും 9ന്റെ രാത്രി മിനയിലെത്തലാണ് ഏറ്റവും അഫ്ളൽ. അത് പ്രധാനപ്പെട്ടൊരു സുന്നത്തേ ഉള്ളൂ. റുഖ്നോ വാജിബോ ഒന്നുമല്ലെന്ന് ഇജ്മാ ആണെന്ന് ഷർവാനി 405 പേജിലുണ്ട്. അപ്പം 7 ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്തുകളെല്ലാം നിർവഹിച്ച് ഇഹ്റാം ചെയ്ത് എല്ലാവരും നേരെ മിനയിലേക്ക് പുറപ്പെടണം. അന്ന് മിനയിൽ നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഏറ്റവും അഫ്ളൽ 8ന്റെ സുബഹി നിസ്കരിച്ചതിന്റെ ശേഷം ളുഹറിന്റെ മുമ്പായി മിനയിൽ എത്തലാണെങ്കിലും ഇന്ന് മിക്ക മുത്തവീഫുമാരും 8ാം രാവിനു തന്നെ ഹാജിമാരെ മിനയിൽ എത്തിക്കലാണ് പതിവുള്ളത്. ഏതായാലും 8ന്റെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ നിസ്കാരങ്ങളെല്ലാം അവിടെ വെച്ച് അഥവാ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ എന്ന് തുഴഫ 405 കാണാം. ഇന്നു പക്ഷെ മിക്ക ആളുകളെയും 8ാം രാവിന് മിനയിൽ എത്തിച്ച് അന്നു പകൽ അവിടെ കഴിഞ്ഞ് 9ാം രാവിന്റെ പകലിൽ തന്നെ അറഫയിലേക്ക് കൊണ്ടുപോകലാണ് ഇന്നത്തെ പതിവ്. മക്കയിൽ നിന്ന് മിനയിലേക്ക് 6111 മീറ്റർ ദൂരം എന്നൊക്കെ പഴയ കിതാബുകളിൽ കാണുന്നുണ്ട്. ഏതായാലും ശരാശരി ഒരു 6 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ദുൽഹിജ്ജ 9 ളുഹറിന്റെ ശേഷമാണ് അറഫയിൽ പ്രവേശിക്കൽ വേണ്ടതെന്നും അതിന്റെ മുമ്പ് അവിടെ എത്തൽ അതത്ര നല്ലതല്ല എന്നും തർശീഹ് 190 ഉണ്ട്. പക്ഷെ ഇന്ന് മിക്കവാറും 9ാം രാവിന് തന്നെ ഹാജിമാരെ മുത്തവീഫുകാർ അറഫയിലെത്തിക്കും. 8ന്റെ അന്ന് മിനയിൽ താമസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ 9ന് അറഫയിലെത്തുക എന്നുള്ളത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫർളാകുന്നു. 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള അതിപ്രധാനമായ സ്ഥലമാകുന്നു അറഫ. അറഫ എന്നുള്ളത് ഹറമിന്റെ പുറത്താണ്. മക്കയും മുസ്ദലിഫയും മിനയുമൊക്കെ ഹറം അതിർത്തിക്ക് ഉള്ളിലാണ്. അറഫ ഹറം അതിർത്തിക്ക് പുറത്താണ്. ബഹുമാനപ്പെട്ട അറഫ ദിവസം അത് വെള്ളിയാഴ്ചയായാൽ 70 ഹജ്ജിലേറെ പ്രതിഫലമാണെന്ന് മിർഖാത്തുൽ മഫാത്തിഹ് 2ാം വാള്യം 210 ബഹുമാനപ്പെട്ട ഷെർവാനി 4ാം വാള്യം 108 ഉണ്ട്. ഏതായാലും അറഫയിൽ താമസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഹജ്ജിന്റെ ഒരു റുക്നാകുന്നു. ദുൽഹിജ്ജ 9ന്റെ ളുഹർ മുതൽ 10ന്റെ സുബഹി വരെയുള്ള സമയത്തിന്റെ ഇടക്ക് അല്പമെങ്കിലും വലവുലഹലത്തൻ കുറച്ച് സമയമെങ്കിലും നിൽക്കലേ ഫർളുള്ളൂ. രാത്രി തന്നെ ആവണം എന്നില്ല, പകൽ തന്നെ ആവണമെന്നില്ല. പകലോ രാത്രിയോ ഏതെങ്കിലും സമയത്ത് ഒരല്പം നിൽക്കൽ മാത്രമേ വേണ്ടതുള്ളൂ. വൈലം യാലംബി, ഞാൻ അറഫയിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം എന്ന് വരെയില്ല. വൈൻകാന മാറം ബിഹി വലവുലഹള, അതിലൂടെ അങ്ങ് നടന്നു പോയാലും ശരി. വലവുനൗമിൻ, ഉറക്കിനോടുകൂടെയാണ് പോയത്, യാത്രയിലാണ്. ഒരല്പനേരമെങ്കിലും അറഫയിൽ ളുഹറിന്റെയും 10ന്റെ സുബഹിന്റെയും ഇടക്കൊന്ന് എത്തിയാൽ മാത്രം മതിയെന്ന് തുഴഫ 4ാം വാള്യം 109 പേജിലുണ്ട്. ചുരുക്കത്തിൽ മനസ്സിലാക്കണം, രാത്രി തന്നെ നിൽക്കൽ നിർബന്ധമില്ല. എന്നാലും രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ സുന്നത്താകുന്നു. അപ്പം പകല് അവിടെ എത്തി മഗ്രിബിന്റെ ശേഷം മടങ്ങലാകുന്നു ഏറ്റവും അഫ്ളൽ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഅ്ളമു മജാമി ദുനിയ വഫീഹി മിനൽ ഔലിയാഇ വൽ ഖവാസി മാ ലാ യുസ. കണക്കാക്കപ്പെടാത്ത മഹത്തുക്കളും മഹാന്മാരും റഹ്മാൻ റബ്ബിന്റെ ഔലിയാക്കളും മലായിക്കത്തും ഇറങ്ങുന്ന അതിപ്രധാനമായ ദുനിയാവിൽ ഏറ്റവും മുന്തിയ
ഹൈറിന്റെ മജ്മഅാണ്, വേദിയാണ്. ബഹുമാനപ്പെട്ട അറഫ എന്ന് തൊയ്ഫ 4-ാം വാള്യം 107-ാമത്തെ പേജിൽ കാണാം. വളരെ ദുആ ചെയ്യേണ്ട ദിവസം, ഏറ്റവും ആമിൻ യൗമിൻ അക്റഅയാതിക അല്ലാഹു ഫീഹി, അടിമകൾ ഏറ്റവും അധികം മോചനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അറഫയിലാണ്. നരകമോചനം അല്ലാഹു തആല നൽകുന്നത് അറഫയിലാണെന്ന് തൊയ്ഫ 4-ാം വാള്യം 107-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാകുന്നു അറഫ. അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു റുക്നാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ 9 ളുഹർ മുതൽ 10 സുബൈ വരെയുള്ള ടൈമിൽ എപ്പോഴെങ്കിലും അല്പം നിൽക്കലേ ഫർളുള്ളൂ എങ്കിലും രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ, അത് മഗ്രിബിന്റെ കുറച്ച് മുമ്പ് അവിടെ എത്തിയിട്ട് മഗ്രിബ് കഴിഞ്ഞിട്ട് പോന്നാലും ഒരുമിച്ച് കൂട്ടലായി, ഇതാകുന്നു അഫ്ദല്. അറഫ വളരെ പ്രധാനപ്പെട്ടതാണ്. അറഫയിൽ നിൽക്കുന്ന ദിവസം യൗമു അറഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. 7ന്റെ പേര് യൗമു സീനത്ത്, 8ന്റെ പേര് യൗമു തർവിയത്ത്, 9ന്റെ പേര് യൗമു അറഫ, 10ന്റെ പേര് യൗമു നഹർ. ഇനി 9ന്റെ അന്ന് മഗ്രിബോട് കൂടെ നാം അറഫയിൽ നിന്നും മുസ്ദലിഫയെ ലക്ഷ്യമാക്കി പോകണം. അറഫ എവിടെ നിന്നാലും മതി എന്ന് ഇമാമുകൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. ഉറക്കോട് കൂടെ നിന്നാലും മതി. ജബലുർ റഹ്മ എന്ന അറഫയുടെ മധ്യഭാഗത്തിൽ ഒരു കുന്നുണ്ട്. അതിൽ കയറൽ പുണ്യമൊന്നും ഇല്ലെന്നാണ് ഫൈള് 1-ാം വാള്യം 339-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നത്. ഒരല്പം വെയിലുകൊണ്ട് തന്നെ പ്രയാസമില്ലെങ്കിൽ വെയിലുകൊണ്ട് തന്നെ ദുആ ചെയ്യൽ സുന്നത്താണെന്ന് ഉംദത്തുൽ അബ്റാർ 57-ാം പേജിൽ കാണാം. വളരെ പ്രധാനപ്പെട്ടതാണ് അറഫ. ഏറ്റവും ഖൈറു മജാമി ദുനിയാവിൽ വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്നു തന്നെ ബഹുമാനപ്പെട്ട ഇമാമുകൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ദിക്റും ദുആകളും വളരെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനകളുമായി ആ സമയം വിനിയോഗിക്കണം. അപ്പൊ രാത്രിയും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ നല്ലതാണ്. അങ്ങനെ അറഫയിൽ നിന്ന് മഗ്രിബിന്റെ ശേഷം മുസ്ദലിഫയെ ലക്ഷ്യമാക്കി പോകണം. 7000 ചില്ലാനം മുഴമാണ് അതിന്റെ നീളമെന്ന് ബഹുമാനപ്പെട്ട ഖുർദി ഇമാം ഖുർദി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇത് ഷെർവാനി 4-ാം വാള്യം 113-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ദലിഫയിൽ 10-ാം രാവ് പകുതിയായതിന്റെ ശേഷം അല്പമെങ്കിലും സമയം മുസ്ദലിഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. വാജിബ് പറഞ്ഞാൽ ഒഴിവാക്കിയാലും ഹജ്ജിന് കേടില്ല, അറവ് വേണമെന്നേ ഉള്ളൂ. അറഫയിൽ നിൽക്കൽ റുഖ്നാണ്, ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് മാത്രം. 10-ാം രാവ് മുസ്ദലിഫയിൽ പ്രത്യേകമായി ദിക്ർ ദുആകളെ കൊണ്ട് ധന്യമാക്കൽ സുന്നത്താണ് എന്ന് കിതാബിൽ കാണാം. ഇനി അങ്ങനെ 10-ാം രാവിന് അറഫയിൽ നിന്നുള്ള മടക്കത്തിൽ നേരെ മുസ്ദലിഫയിലെത്തി. 10-ാം രാവ് പകുതിയായത് മുതൽ 10ന്റെ അന്ന് സുബൈ വരെയുള്ള ടൈമിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മുസ്ദലിഫയിൽ അല്പനേരമെങ്കിലും എത്തുക എന്നുള്ളതാണ് വാജിബ്. ഇറങ്ങണമെന്നില്ല, കടക്കണമെന്നില്ല, ഉറങ്ങണമെന്നില്ല. ഇറങ്ങലും അല്പം ഉറങ്ങലും പ്രത്യേക ദുആ നടത്തലൊക്കെ സുന്നത്താണെന്ന് മാത്രം. അവിടെ വെച്ച് തന്നെ കല്ല് എറിയാനുള്ള കല്ല് മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കൽ സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൗമുൻ നഹറിൽ എറിയാനുള്ള 7 കല്ലാണ് അവിടെ നിന്ന് പൊറുക്കിയതെന്ന് ഹദീസിൽ കാണാം. പക്ഷേ ഇനി ദിവസങ്ങളിൽ എറിയാനുള്ള ആകെ 70 കല്ലുകളായി എറിയാൻ വേണ്ടത്. ആ 70ഉം അവിടെ നിന്ന് എടുക്കൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഇഹ്യായിൽ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് കല്ലൊക്കെ പൊറുക്കിയതിന്റെ ശേഷം നേരെ നമ്മൾ മിനയിലേക്കാണ് പോകുന്നത്. മിനയിലേക്ക് എത്തിയാൽ ആദ്യം ചെയ്യാനുള്ളത് ജംറത്തുൽ അഖബ എന്ന അവസാനമുള്ള ജംറയിൽ 7 കല്ലുകൾ എറിയണം. ഓരോ കല്ലായിട്ട് എറിയണം. ഏയിൽ ചുരുങ്ങാൻ പാടില്ല, എറിയലാകണം. പുടുങ്ങാക്കുരുവിന്റെ വലിപ്പത്തിലുള്ള കല്ലാണ്. വളരെ വലിയ കല്ല് കറാഹത്താണ്, ചെറിയ കല്ലും കറാഹത്താണ്, പൊട്ടിച്ചെടുക്കൽ കറാഹത്താണ്. ഇഷ്ടിക കഷ്ണമോ മണ്ണിൻ കട്ടയോ പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ എറിഞ്ഞാൽ മതിയാകുന്നതല്ല, കല്ലാവണം. അത് അഖീഖിന്റെ കല്ലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, കരിങ്കല്ല്, ചെങ്കല്ല്, ഏതുവിധ കല്ലായാലും മതി. തൊയ്ഫ 4-ാം വാള്യം 117-ാമത്തെ പേജിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ജംറ എറിയലോട് കൂടെ ഇനി തെൽബിയത്തിന്റെ സമയം കഴിഞ്ഞു. ഹജ്ജിന്റെ തെൽബിയത്ത് ജംറയിലേക്ക് ഫസ്റ്റാണ് എറിയലോടുകൂടെ കഴിയുമെന്ന് തൊയ്ഫ 4-ാം വാള്യം 118-ാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട്. അവസാനത്തെ ജംറയിൽ മാത്രമേ 10ന്റെ അന്ന് എറിയേണ്ടതുള്ളൂ. ഇനി 11-നും 12-നും 13-നും 3 ജംറകളിലും എറിയണം. ജംറത്തുൽ ഊല എന്ന 1-ാമത്തെ ജംറയിൽ 7 പൂർത്തിയാക്കിയതിന്റെ ശേഷം
156 മീറ്റർ പോയാൽ രണ്ടാം ജംറ കാണും. അവിടെയും ഓരോ കല്ല് വീതം 7 പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് പോയാൽ 117 മീറ്റർ അപ്പുറത്താണ് ജംറത്തുൽ അഖബയുള്ളത്. അവിടെയും 7 വീതം കല്ല് പൂർത്തിയാക്കണം. 11-നും 12-നും 13-നുമുള്ള ഏറുകൾ ഓരോ ജംറയിലും 7 വീതം 3 ജംറകളിലും എറിയണം. അഥവാ 11-നും 12-നും 13-നും 21 കല്ലാറാണുള്ളത്. പക്ഷേ 12-ന്റെ അന്നത്തെ ഏറുകളും കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് മിന വിട്ട് പോവുകയാണെങ്കിൽ പിറ്റേന്നത്തെ ഏറ് അവന് നിർബന്ധം ഇല്ല. അതുപോലെ തന്നെ ഹജ്ജിന്റെ വാജിബിൽ പെട്ടതാണ് 11-ാം രാവ്, 12-ാം രാവ്, 13-ാം രാവ്. ഈ രാവുകളുടെ പകുതിയിൽ ഏറെ സമയം മിനയിൽ തങ്ങൾ നിർബന്ധമാണ്. ഇതിവിടെ ശ്രദ്ധിക്കണം. അറഫയിൽ നിൽക്കുക എന്ന റുഖ്ന് അല്പനേരം നിന്നാൽ മതിയാകുമായിരുന്നു. മുസ്ദലിഫയിൽ നിൽക്കുക എന്ന വാജിബ് 10-ാം രാവ് പകുതിക്ക് ശേഷം സുബൈന്റെ മുമ്പ് അല്പനേരമെങ്കിലും നിന്നാൽ മതിയാകുമായിരുന്നു. അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ വലവ് ലഹള കുറച്ച് നിന്നാൽ മതി. പക്ഷെ 11-ാം രാവ്, 12-ാം രാവ്, 13-ാം രാവ് എന്ന അയ്യാമുത്ത് ശരീക്കിന്റെ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് മഗ്രിബിന്റെയും സുബൈന്റെയും ഇടക്ക് പകുതിയിൽ അധികവും നേരം തന്നെ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് നിർബന്ധമാണ്. 12-ന്റെ അന്ന് മഗ്രിബിന്റെ മുമ്പായി അവിടുന്ന് മിന വിടുകയാണെങ്കിൽ അടുത്ത രാത്രി അവിടെ താമസിക്കലോ പിറ്റേന്നത്തെ ഏറോ നിർബന്ധമല്ല. അതിന് നഫ്ർ അവ്വൽ എന്ന് പറയും. അത് ഖുർആൻ തന്നെ ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഏതായാലും ഈ ആകെ ഒരാൾക്ക് വാജിബ് 70 ഏറ കല്ലുകൊണ്ടാകണം. ഏറ് കൈകൊണ്ടാകും വേണം. എറിയലാകണം, ഇട്ടാൽ പോരാ. മതിൽ തട്ടി പുറത്തേക്ക് തെറിച്ചാൽ രണ്ടാമത് എറിയണം. ഉള്ളിലേക്ക് വീഴൽ നിർബന്ധമാണ്. തുഹഫ 4-ാം വാള്യം 131-ാമത്തെ പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറപ്പായിട്ടും 7 ആകണം. ഓരോ വട്ടമാകണം. 2 എറിഞ്ഞാൽ 1 ആകൂ. തുഹഫ 4 130-ാം പേജ്. 7 കൂടി കൂട്ടി എറിഞ്ഞാൽ ഒറ്റ ഏറെ ആകൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിലോട്ട് വീഴലാകുന്നു നിർബന്ധം. 7 6 ആയത് എന്ന് സംശയമാണെങ്കിൽ കുറഞ്ഞതുകൊണ്ട് പിടിച്ച് 6 ആയിട്ടുള്ളൂ എന്ന് പിടിച്ച് 7 പൂർത്തിയാക്കൽ നിർബന്ധമാണ്. എല്ലാ ഏറുകളും തടത്തിലേക്ക് വീഴൽ നിർബന്ധമാണ്. കുറ്റിക്കു തട്ടി പുറത്ത് തെറിച്ചാൽ വീണ്ടും എറിയൽ നിർബന്ധമാണ്. ഏറിനുള്ള കല്ലുകൾ അവിടെ നിന്നും എടുക്കാം, പക്ഷെ കറാഹത്താണ്. മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കിയ കല്ലാവരും അവനവൻ പൊറുക്കലും ഏറ്റവും നല്ലതാകുന്നു. ഏറുകൾ ഉപേക്ഷിച്ചാലും ഹജ്ജിന് തെറ്റില്ല. വാജിബ് ഉപേക്ഷിച്ചു എന്നുള്ള നിലക്ക് ഫിദിയ നിർബന്ധമാണ്. ഈ വിഷയങ്ങളൊക്കെ തുഹഫ 4-ാം വാള്യം 137-ാമത്തെ പേജിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 10-ന് ജംറത്തുൽ അഖബ എറിഞ്ഞാൽ നേരെ അവന് ടെന്റിൽ പോയി മുടിയെടുക്കൽ ഫർളാണ്. മുടിയെടുക്കൽ ഹജ്ജിന്റെ റുക്നാണ്. 3 മുടിയെങ്കിലും ആണോ പെണ്ണോ തലയിൽ നിന്ന് നീക്കലാണ് നിർബന്ധം. വെട്ടിയോ കരിച്ചോ പറിച്ചോ ഉരസിയോ ക്രീം തേച്ചോ ഏത് വിധം 3 മുടി തലയിൽ നിന്ന് നീക്കിയാലും മതി. ഒരല്പം വെട്ടിയാലും മതി 3 മുടി. പുരുഷനെ മുഴുവനും മുണ്ടനം ചെയ്യലാണ് നല്ലത്. സ്ത്രീക്ക് എല്ലാ മുടിയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് താഴെ ഭാഗം 1/2 ഇഞ്ചെങ്കിലും എല്ലാം ഒന്ന് കഷ്ണിക്കലാണ് നല്ലത്. ഈ ജംറത്തുൽ അഖബ എറിയലും മുടിയെടുക്കലും കഴിഞ്ഞാൽ 1-ാം തഹല്ലുല് അർദ്ധവിരാമമായി. ഇനി ഭാര്യ ഭർത്തൃ ബന്ധമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ഹലാലാണ്. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പുരുഷൻ ചുറ്റി പിന്നെ വസ്ത്രം ധരിക്കല്, തലമറക്കല്, സ്ത്രീ മുഖം മറക്കല്, കയ്യുറ ധരിക്കല്. ആണിനും പെണ്ണിനും ഇഹ്റാമിൽ ഹറാമായിരുന്നു ഏത് സുഗന്ധം പൂശല്, എണ്ണ പൂശല്, നഖം മുറിക്കല്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ജംറത്തുൽ അഖബയിൽ ഏറും കഴിഞ്ഞിട്ട് നേരെ ടെന്റിലെത്തി മുടിയെടുക്കലും കഴിഞ്ഞാൽ ഇനി ഈ കാര്യങ്ങളെല്ലാം ഹലാലാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ഹലാലാകാൻ തവാഫു സായും കൂടിയും കഴിയണമെന്ന് മാത്രം. അപ്പോഴാണ് പൂർണ്ണമായ തഹല്ലുല്. ഇപ്പൊ അർദ്ധവിരാമമായി. അർദ്ധവിരാമത്തോടുകൂടെ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം ഹലാലാണ്. ഇനി എപ്പോഴെങ്കിലും ഒന്ന് തവാഫുൽ ഇഫാദക്ക് പോകണം. തവാഫുൽ ഇഫാദ പ്രധാനപ്പെട്ട നിർബന്ധമാണ്. എപ്പോഴെങ്കിലും ഒന്ന് മക്കയിൽ പോയി തവാഫുൽ ഇഫാദ നടത്തണം. സായി നടത്തിയിട്ടില്ലെങ്കിൽ, അതായത് മക്കയിലേക്ക് ആദ്യം ഹജ്ജിന് ഇറാൻ കെട്ടി വരുന്നവർക്ക് സുന്നത്താറ് തവാഫുണ്ട്, തവാഫുൽ ഖുദൂം. ആ തവാഫുൽ ഖുദൂമിന്റെ ശേഷം ഹജ്ജിന്റെ ഫറളായ സായി നടത്താം. അത് നല്ലതുമാണ്. അങ്ങനെ അന്ന് സായി നടത്തിയിട്ടില്ലെങ്കിൽ
ഇനി ഈ തവാഫിന്റെ ശേഷം തവാഫുൽ ഇഫാദത്തിന്റെ ശേഷം 7 വട്ടം സ്വഫാ മർവക്കടയിൽ നടക്കണം. തവാഫിന്റെയും അതുപോലെ തന്നെ സ്വഫാ മർവന്റെ ഇടയ്ക്കുള്ള നടത്തത്തിന്റെയും ഷർത്തുകളും സുന്നത്തുകളും ഇപ്പൊ വിവരിക്കുന്നില്ല. അത് ഉംറ ഒരു പഠനം എന്നുള്ളതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ തവാഫുൽ ഇഫാദയും കഴിഞ്ഞ് സഅയും കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയായി. ഇനി നാട്ടിലോട്ട് പോകുമ്പോൾ തവാഫുൽ വദാ എന്ന നിർബന്ധമായി ചെയ്യേണ്ട ഒരു തവാഫുണ്ട്. ഹൈലുകാരി അല്ലാത്തവർക്കൊക്കെ മക്ക വിട്ട് പോകുമ്പോൾ നിർബന്ധമാണ് ഈ തവാഫ് നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അറവ് നിർബന്ധമാണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് മേൽപ്പറഞ്ഞവയിൽ പെട്ടതാണെങ്കിലും ഒരിക്കൽ കൂടെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ പലതായി പല പ്രാവശ്യം ചെയ്താൽ വേറെ വേറെ ഫിദിയകൾ വേണം. ഒരാൾ മുടി നീക്കി, അയാൾ മറ്റൊരിക്കൽ നഖം നീക്കി, അയാൾ തന്നെ മറ്റൊരിക്കൽ വസ്ത്രം പാടില്ലാത്ത ചുറ്റിത്തുന്നിയത് ധരിച്ചു, മറ്റൊരവസരത്തിൽ അയാൾ എണ്ണ പൂശി. എന്നാൽ ഇതിന് 4 ഫിദിയ വേണം. എല്ലാറ്റിനും കൂടി ഒരറവ് എന്ന ഒന്നില്ല. എത്ര പ്രാവശ്യമാണോ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴായി ചെയ്യുന്നത് അതിനനുസരിച്ച് ഫിദിയകളും വേണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2, തവാഫിന്റെ 8ഓളം നിബന്ധനകൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ അറഫയിൽ നിൽക്കാനുള്ള ടൈം പ്രത്യേകമായി പറഞ്ഞല്ലോ. ളുഹർ മുതൽ ദുൽഹിജ്ജ 9 അറഫ ദിനത്തിന്റെ ളുഹർ മുതൽ 10 സുബൈ വരെയുള്ള ടൈമിന്റെ ഇടയ്ക്ക് ഒരല്പനേരമെങ്കിലും നിന്നാൽ മതി. ഉറങ്ങിയോ അറിയാതെയോ ഇറങ്ങാതെയോ അതിലാണ്ട് യാത്ര ചെയ്തോ എങ്ങനെ പോയാലും മതി. പക്ഷെ ബോധരഹിതനായോ ഭ്രാന്തിനോട് കൂടെയോ മത്ത് പിടിച്ചുകൊണ്ടോ നിന്നാൽ പറ്റില്ല. ജബലുർ റഹ്മ എന്നത് ഒരു പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ മലയാണ്. പക്ഷെ ആ മലയിൽ അന്ന് കയറൽ പ്രത്യേക ഫളീലത്തൊന്നും ഇല്ലെന്ന് ഫൈല് 1-ാം വാല്യം 339-ലും തുഹ്ഫ 4-ാം വാല്യം 108-ലും പറഞ്ഞിട്ടുണ്ട്. വെയിൽ കൊണ്ടൊന്ന് ദുആ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഉംദത്തുൽ അബ്റാർ 57-ാം പേജിലുണ്ട്. അറഫയിൽ നോൽബ് നോൽക്കലെന്ന് സുന്നത്തില്ല. വളരെ പ്രധാനപ്പെട്ട ദിക്റ് ദുആകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 വട്ടമെങ്കിലും ചൊല്ലണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും 100 വട്ടമെങ്കിലും ചെയ്യണം. സൂറത്തുൽ അശ്ർ 3 വട്ടമെങ്കിലും, ആമന റസൂൽ 33 വട്ടമെങ്കിലും, ബഹുമാനപ്പെട്ട നബിയുടെ മേലുള്ള സ്വലാത്തും അതുപോലെ തന്നെ തഹ്ലീലുകളും 1000 വട്ടമെങ്കിലും ചെല്ലണം എന്ന് ബഹുമാനപ്പെട്ട കിതാബുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും രാത്രി നിൽക്കൽ നിർബന്ധമില്ല. രാത്രിയോ പകലോ ഒരല്പനേരമെങ്കിലും നിൽക്കൽ നിർബന്ധമുള്ളൂ എന്ന് തുഹഫയിലും മറ്റും പറഞ്ഞതായി ഷാഫി മദ്ഹബ് വിവരിക്കുന്നുണ്ട്. എന്നാലും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടാൽ അപ്പം മഗ്രിബിന്റെ ശേഷം പോന്നാൽ മതി അറഫയെന്ന്. എന്നാൽ രണ്ടും ആയല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നെമിറയിൽ വലിയൊരു പള്ളിയുണ്ട്. അവിടെ നിൽക്കുന്നവരുണ്ട്. ആ പള്ളി മുഴുവനും അറഫയല്ല, ഒരു ഭാഗം മാത്രമാണ് അറഫ. മിഹ്റാബിന്റെ ഭാഗം അറഫയല്ല. അവിടെ നിന്നാൽ അറഫയിൽ നിന്ന ഫർള് വീടൂല, ഹജ്ജ് ശരിയാകൂല. ഫൈലുൽ ഇലാഹ് വാല്യം 1 337 പറഞ്ഞിട്ടുണ്ട്. അന്ന് നോൽബ് സുന്നത്തില്ല. അറഫ 9 അന്ന് മറ്റു ലോകത്തുള്ള എല്ലാവർക്കും നോൽബ് സുന്നത്താണ്. ഹാജിമാർക്കാണ് സുന്നത്തില്ലാത്തത്. ഹാജിമാരല്ലാത്തവർക്ക് സുന്നത്തുണ്ട്. അവനവന്റെ അറഫ 9 എന്നാണോ അന്നാണ് സുന്നത്ത്, അല്ലാതെ ഹാജിമാർ നിൽക്കുന്ന സമയം നോക്കിയല്ല. ഏതായാലും രാത്രിയും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമല്ല എന്ന് തുഹഫ 4-ാം വാല്യം 110-ാം പേജിലുണ്ട്. മഗ്രിബിന് ശേഷം മുസ്ദലിഫയിലേക്ക് പോരണം. മുസ്ദലിഫയുടെ നീളം നേരത്തെ പറഞ്ഞല്ലോ, 7000 മീറ്റർ ആണെന്ന്, 7000 മുഴമാണെന്ന് ഷെർവാനി 4-113-ലുണ്ട്. 7083 മുഴമാണെന്ന് ബഹുമാനപ്പെട്ട കുർദി മുദ്രിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയമെങ്കിലും നിൽക്കലേ മുസ്ദലിഫയിലും നിർബന്ധമുള്ളൂ. പക്ഷേ മുസ്ദലിഫയിൽ രാത്രിയുടെ 2-ാം പകുതിയിൽ തന്നെ എത്തണം. മഗ്രിബ് മുതൽ സുബൈ വരെയുള്ള ടൈം കണക്കാക്കിയിട്ട് അതിനെ 2 പകുതിയാക്കുക. എന്നിട്ട് 10-ാം രാവിന്റെ 2-ാം പകുതിയിൽ തന്നെ നിൽക്കണം. 2-ാം പകുതിയിൽ അഥവാ രാവ് പകുതി ആയത് മുതൽ സുബൈ വരെയുള്ള ടൈമിന്റെ ഇടയ്ക്ക് അല്പമെങ്കിലും നിൽക്കുക തന്നെ വേണമെന്ന് തുഹഫ 4-ാം വാല്യം 113-ാമത്തെ പേജിലുണ്ട്. അത് വാജിബാണ്. ഹജ്ജിന്റെ വാജിബ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ ഹജ്ജൊക്കെ ശരിയാകും, പക്ഷെ അറവ് നിർബന്ധമാണ്. ഉദറില്ലെങ്കിലാണ് ഈ പറഞ്ഞത്. പ്രത്യേക ഉദറുകൾ ഉണ്ടെങ്കിൽ മുസ്ദലിഫയിൽ നിന്നിട്ടില്ലെങ്കിലും അറവ് നിർബന്ധമില്ല എന്ന് തർശീഹ് 184-ാമത്തെ പേജിലുണ്ട്. മുസ്ദലിഫ പ്രധാനമാണ്,
അത് റുക്കിനാണ്, ഹജ്ജ് ശരിയാകാൻ ആവശ്യമായ ഫറളാണ് എന്ന് തന്നെ ഇമാം സുബ്കി തങ്ങൾ മുഖ്താറാക്കുന്നുണ്ട്. സുന്നത്തേ ഉള്ളൂ എന്ന റാഫി ഇമാമിന്റെ അഭിപ്രായം ത്വയ്ഫ 4-ാം വാള്യം 113 ഉദ്ധരിക്കുന്നുമുണ്ട്. ഏതായാലും ഈ രാത്രി ദിക്ർ ദുആകളെ കൊണ്ട് ഇഹ്യാ ചെയ്യൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. 7 കല്ല് അവിടെ വെച്ച് ജംറത്തുൽ അഖബ എറിയാനുള്ളത് നബി തങ്ങൾ എടുത്തത് ഹദീസിലുണ്ട്. എല്ലാ ദിവസങ്ങൾക്കുമുള്ള 70 ഏറിന്റെ കല്ലുകളും അവിടെ നിന്ന് എടുക്കലാണ് നല്ലത്. 70 കല്ലെങ്കിലും എടുക്കൽ നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ഇഹ്യായിൽ ഉദ്ധരിക്കുന്നുണ്ട്. പോകുന്ന വഴി മഷ്അറുൽ ഹറാം എന്ന പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. അതും കഴിഞ്ഞാൽ വാദി മുഹസ്സിർ എന്ന അഹ്ലുൽ ഫീലിനെ ഖുർആൻ പറഞ്ഞാലും അസ്ഹാബുൽ ഫീൽ, അസ്ഹാബുൽ ഫീലിനെ നശിപ്പിച്ച അതാ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വാദി മുഹസ്സിർ. അത് 200 ചില്ലാനം മീറ്റർ ഉണ്ട്. അവിടെ നിന്ന് വേഗം പോകൽ സുന്നത്താണ്. അതൊക്കെ കഴിഞ്ഞ് മിനയിലെത്തിയാൽ ജംറത്തുൽ അഖബ എറിയണം. ജംറത്തുൽ അഖബ എല്ലാവർക്കും 10-ാം രാവ് പകുതിയായത് മുതൽക്ക് തന്നെ എറിയാൻ ടൈമായി. ജംറത്തുൽ അഖബ എറിയലും തവാഫിന്റെ ടൈമും മുടി കളയാനുള്ള ടൈമും രാത്രി പകുതിയായ മുതൽ തന്നെ കടക്കും. ഏതും ആദ്യം ചെയ്യാം എന്നൊക്കെ ത്വയ്ഫയിലുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ദലിഫയിൽ നിന്ന് പോയിട്ട് നേരെ രാവിലെ മിനയിലെത്തി ആദ്യമായിട്ട് ജംറത്തുൽ അഖബ എറിയുക. അത് കഴിഞ്ഞ് അറവുണ്ടെങ്കിൽ നിർവഹിക്കുക. ആ അറവ് കഴിഞ്ഞതിന്റെ ശേഷം ടെന്റിലെത്തിയിട്ട് മുടിയെടുക്കുക. ഇതാകുന്നു അഫ്ളലായ തർത്തീബ് എന്ന് ബഹുമാനപ്പെട്ട ത്വയ്ഫയിൽ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. നെറ്റില്ലാത്ത സ്ഥലത്തിൽ നിന്നാണ്, പല ക്ലിപ്പായി വിട്ടതാണ്. തർത്തീബ് തെറ്റാനും മറ്റും സാധ്യതയുണ്ട്. ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തനം വരാനും സാധ്യതയുണ്ട്. കാരണം ഒരേ സമയത്ത് പറഞ്ഞതല്ല, പല സമയത്ത് നെറ്റ് കിട്ടുമ്പോഴും മറ്റുമായിട്ട് പല സമയങ്ങളിലായിട്ട് അങ്ങനെ ഓർമ്മക്കനുസരിച്ച് വിട്ടതായതുകൊണ്ട് പറഞ്ഞത് തന്നെ പറയാനും റിപ്പീറ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ എന്നുള്ള നിയ്യത്തിൽ ചെയ്തതാണ്. എല്ലാവരും ദുആ ചെയ്യണം. മാന്യ സഹോദരൻ PA മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് 9961903810. അസ്സലാമു അലൈക്കും.